ഹാപ്പി ഈസ്റ്റർ. നമ്മളിപ്പോൾ ദേ ഫുഡ് കഴിക്കാൻ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നാട്ടോ കഴിക്കണേ. നിങ്ങളൊക്കെ എല്ലാവരും റെഡിയായി ഇറങ്ങി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ 9 മണിക്ക് കുർബാനയ്ക്ക് മലയാളം കുർബാന ഉണ്ടെങ്കിൽ കൂടാൻ പോകണം. സാധാരണ ഇവിടെ വരുമ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലി കഴിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കും. തമിഴ്നാട്ടിൽ അവർ തന്നെ തമിഴരുടെ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ക്ലീനാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത്തവണ അവിടെ ഇഡ്ഡലി ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം അച്ചായൻസിൻ്റെ കടയുണ്ടല്ലോ, കുമ്പളേങ്കാരൻ ചേട്ടൻ നടത്തുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കയറി. ചേട്ടൻ നമ്മളെ വലിയ പരിചയമാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ നമ്മളുടെ ചാനലൊക്കെ കാണുന്ന ഒരു കട്ടപ്പന എന്നുള്ള ഫാമിലിനെ കൂടെ പരിചയപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ നെയ്റോസ്റ്റാണ് ഉണ്ടായിരുന്നത്. പുട്ടാണെങ്കിലും പൂരിയാണെങ്കിലും സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം കുർബാനയ്ക്ക് ഇനി പിന്നെ ഒരു 10-20 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം പിന്നെ നെയ്റോസ്റ്റ് പറഞ്ഞു. നെയ്റോസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഡോർഫിനൊരു ചായയൊക്കെ കുടിച്ചു. റെബേക്കയ്ക്ക് അവിടുത്തെ ചട്നി ഭയങ്കര ഇഷ്ടമായിട്ടോ, തേങ്ങാ ചട്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തക്കാളി ചട്നിയാണ്. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോന്നു. കുർബാനയ്ക്ക് മുന്നേ തന്നെ എത്തി കേട്ടോ. 8:45 കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ അവിടെ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലോ. നടന്നെത്തിയപ്പോഴേക്കും പിന്നെയും ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കുർബാന തുടങ്ങിയത്. അങ്ങനെ നമ്മൾ മലയാളം കുർബാന കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. പള്ളിയിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓട്ടോയ്ക്ക് പോന്നിട്ട് നടക്കാനുള്ള ദൂരം ഉള്ളൂ. പക്ഷേ നമ്മുടെ ഹൃദയത്തേക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ടേ അവിടെ കുറച്ച് നേരമായി വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക് നല്ല താഴ്ന്നു ഗ്രൂപ്പിൽ വെള്ളമൊക്കെ വാങ്ങിച്ച് എല്ലാവരും നമ്മൾ അതേ കയറി വാഷ്റൂമിൽ പോയോ? നമ്മുടെ ഇവിടെയും ചൂടുണ്ടെങ്കിലേ ഇത്രയും വെള്ളം ഈ പിള്ളേരും നമ്മളും വീട്ടിൽ കുടിക്കാറില്ല കേട്ടോ. വെള്ളം കുടിക്കുമെങ്കിൽ പോലും ഇത്രയ്ക്കങ്ങ് കുടിക്കാറില്ല. ഇവിടെ വന്നിട്ട് ധാരാളം വെള്ളം പിള്ളേർ കുടിക്കുന്നുണ്ട്, നമ്മൾ ഞങ്ങളൊരു അരമണിക്കൂർ ഇരുന്നപ്പിന്നാണ് കേട്ടോ നമുക്ക് ഈ ചെമ്മീൻ കറി കിട്ടിയത്. ചിക്കൻ ഇന്നലെ കഴിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെമ്മീൻ കറി വാങ്ങിച്ചത്. നല്ല ചെമ്മീൻ കറിയാണ് സാധാരണ ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ, കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതും നല്ലതാണ്. പിന്നെ നെയ്തൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ സീ ഫുഡ് ഐറ്റംസും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറിയായിരുന്നു. 180 രൂപയോ 160 രൂപയോ എന്തോ ആയി. വെള്ളവും കൂടി വാങ്ങിച്ചുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 160 തോന്നുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ലെമൺ റൈസും ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചല്ലോ. അപ്പം അതും ഈ ചെമ്മീൻ കറിയൊക്കെ കൂട്ടി നമ്മൾ ഈസ്റ്ററിൻ്റെ ഫുഡ് ഇതായിരുന്നു കേട്ടോ. ലെമൺ റൈസ് ശരിക്കും നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്, നല്ല ചീത്താവാണ്ട്. ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ലെമൺ റൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. വൈകുന്നേരം വരെ പിന്നെ നമ്മൾ ആ വെയിലൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതാ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ചായ കുടിച്ചത്, അതും അവിടുത്തെ കോഫിയും ടീയും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ പിള്ളേർ പിന്നെ ചായയൊന്നും കുടിക്കാത്തതുകൊണ്ട് അവർക്ക് പേസ്ട്രി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ചെറിയ പേസ്ട്രിക്ക് 25 രൂപയാണ്. പക്ഷെ ഒട്ടും സോഫ്റ്റ് അല്ലായിരുന്നു, അത്ര വലിയ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളല്ലോ, അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും അവർ കഴിച്ചു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതിങ്ങനെ വഴിയിലൊക്കെ നിറയെ ഇങ്ങനെ മീനും അതുപോലെ പൂരി അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ വേളാങ്കണ്ണിയിൽ പോകുമ്പോൾ സ്ഥിരം കാണാം കേട്ടോ. പിന്നെ നമ്മൾ ചെന്നിട്ട് 2 മാലയൊക്കെ വാങ്ങിച്ചു. നാളെ ഡോപ്പിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അങ്ങനെ 2 മാലയൊക്കെ വാങ്ങിച്ചു മാതാവിന് ഇടാൻ വേണ്ടിയിട്ട്, ഒരു താങ്ക്സ് ഗിവിങ് ആയിട്ട്. അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ ദിവസം നമ്മൾ സാധാരണ ഈസ്റ്ററിൻ്റെ വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ച് പോരുക ചെയ്യുന്നത്, രാവിലത്തെ കുർബാന കൂടിയിട്ടേ. ആദ്യമായിട്ടാണ് ഈസ്റ്ററിൻ്റെ വൈകുന്നേരം അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുവാണിങ്ങനെ ഈശോൻ്റെ ഉയർത്ത ആ ഒരു രൂപം ഉണ്ടല്ലോ, ഉദ്ധിതനായ ഈശോൻ്റെ രൂപം അവിടെ വലിയൊരു സ്റ്റാൻഡിൽ എഴുന്നള്ളിച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട്. എന്നിട്ടത് ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ പെരുന്നാളിനൊക്കെ മാതാവിൻ്റെ വലിയ പ്രൊസഷൻ നടക്കത്തില്ലേ, അതേ വഴിയിലൂടെ തന്നെ ഈ നമ്മളുടെ ഉദ്ധിതനായ ഈശോയുടെ രൂപമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പ്രദക്ഷിണമായിട്ട് പോയി. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇവിടെ നിന്ന് അങ്ങനെ മീൻ കഴിക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് മീൻ കഴിക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായിരുന്നു.
നമ്മൾ സ്ഥിരമായിട്ടൊരു കഴിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു കടയുണ്ട് ബീച്ചിനടുത്തായിട്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ കഴിക്കുക. അങ്ങനെ ഒരു 2 മീൻ വാങ്ങിച്ചു. ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് ആ ഒരു ഫിഷ് കഴിക്കുമ്പോൾ. അത്രയും അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതും കൂടി പറയുമായിരുന്നു, സാറ് പറയുമായിരുന്നു അവളുടെ ചില ഫ്രണ്ട്സിനൊന്നും അങ്ങനെയൊന്നും ഇവിടെ വരുമ്പോൾ കഴിക്കുന്നത് ഇഷ്ടമല്ല. അത് ഒരുപക്ഷെ അതുമേൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കണ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതായിരിക്കാം. പക്ഷേ ഈ ചേച്ചിയുടെ കട നമുക്ക് അറിയാവുന്നതാണ്. നല്ല ഹൈജീനിക്കായിട്ടാണ്, നല്ല അവിടെ മൊത്തത്തിൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫിഷൊക്കെയാണ്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പിള്ളേർക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പിൽ കയറി. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, നമ്മൾ വാങ്ങിച്ച അലുക്കൊലത്തെ സാധനങ്ങളൊക്കെ. അതിങ്ങനെ ഒരുപാടൊന്നും വാങ്ങില്ലെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഇവർക്ക് വേണ്ടി വാങ്ങും ഇവിടെ പോകുമ്പോൾ. പിള്ളേരുടെ ഒരു സന്തോഷമാണല്ലോ അത്. എന്നിട്ട് തിരികെ പോരുമ്പോൾ ഓട്ടോയ്ക്ക് തന്നെയാണ് പോകുന്നത്. നടന്ന് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ എമ്മിക്കുട്ടിക്കൊക്കെ കാൽവേദനയും ഒരു ചെറിയ മുഷ്ടിലൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ ഇങ്ങനെ ഇരുന്ന് വന്നപ്പോൾ ഒരു സന്തോഷമായി ആൾക്ക്. എന്നാലും മുഖമൊക്കെ തെളിഞ്ഞത് ഇവിടെ റൂമിൽ വന്നിട്ടാണ് കേട്ടോ. എപ്പോൾ വരുമ്പോഴും ഇങ്ങനെ കുറച്ച് അലുക്കൊലിച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പം അങ്ങനെ വാങ്ങിച്ചേക്കണ കുറച്ച് സാധനങ്ങളാണ്. എമ്മിക്കുട്ടിയുടെ ഇതെൻ്റെ എനിക്ക് എപ്പോഴും വാങ്ങിക്കും, എല്ലാവരും വാങ്ങിക്കുന്നത് കുറച്ച് അലുക്കൊലിച്ച സാധനങ്ങൾ. അതെ, ഇതിന് 20 രൂപ കേട്ടോ. ഈ 4 എണ്ണത്തിന് 20 രൂപ. പിന്നെ ഇത് 20 രൂപ നമ്മുടെ സ്കെച്ച്. ഇതൊക്കെ 20 രൂപ കൊണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം പെറുക്കിയെടുക്കണത്. ഇത് ഇവർക്ക് പെൻസില് ആണോ? ഇത് എമ്മിക്കുട്ടിക്ക്. പിന്നെ ഡോപ്പിക്ക് ഇതിന് എത്ര 60 രൂപയോ? സ്ക്രൂവിന്റെ സെറ്റ് അല്ലേ? സ്ക്രൂവിന്റെ സെറ്റ് 60 രൂപ. ആ കാണിച്ചു. ബാറ്റും ബോളും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതുപോലൊരു കത്തി 70 രൂപയ്ക്ക് കിട്ടിയേ. അത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു, കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അത് 70 രൂപ ഉണ്ടായത്. ആ കത്തി പോയി. അപ്പൊ അതുകൊണ്ട് പോയെന്ന് വെച്ചാ ഒരു അബദ്ധം പറ്റിപ്പോയി. അതേ പറയില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് വേറെ കത്തി മേടിച്ചു. പക്ഷെ 70 രൂപ കിട്ടില്ല, 200 രൂപ. ഇത് പറയട്ടെ, ഇതെടുത്ത് പറയട്ടെ. ആ, ഇതാണ് സാച്ചിയുടെ പൗച്ച്. അയ്യോ, അത് സാധ്യത പൗച്ച്. ഇതുണ്ടോ? ഇതിന് 20 രൂപ അല്ലേ? 2 എണ്ണം ഉണ്ട് കേട്ടോ നമ്മുടെ ഡബിൾ സൈഡ്. ആ, നമ്മുടെ അവിടെ വില ഉണ്ടല്ലോ, വില കൂടുതലുണ്ട് അല്ലേ? വില കൂടുതലുണ്ടാ? ഉണ്ടെന്നാണ് തോന്നലുണ്ട്. ആ, അപ്പൊ അത് 2 എണ്ണം കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചു. ആ, ഇതൊക്കെയാണ് നമ്മുടെ സ്ലൈഡ്. ഇതൊക്കെയാണ് നമ്മുടെ സ്ലൈഡ് കേട്ടോ. ഇത് ഇവർക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഒരു കസിനും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇത് കട്ടറാണ്, നോക്കിക്കോട്ടെ. എമ്മിയുടെ കട്ടർ ഒക്കെ ഇതുമ്മ ഇട്ടിട്ട് ചെത്താൻ നോക്കി. ഇതുമ്മേൽ ഇങ്ങനെ വരും, തുറന്നു കളയണം. ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഒരു മിനിറ്റ് എനിക്ക് കാണിച്ചു കൊടുക്കട്ടെ. എത്ര രൂപയായി? 20 രൂപയല്ലേ? 30 രൂപ. 30 രൂപ കൊള്ളാല്ലേ? അതാണ്. അപ്പൊ ഞങ്ങള് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വീഡിയോസിലെല്ലാം കണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് ഫോട്ടോയ്ക്ക് വന്നു. നടക്കാൻ വയ്യ, എല്ലാവർക്കും തളർന്നു. അപ്പൊ ഇത് പറഞ്ഞില്ലേ, ഇത് നമുക്ക് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കേട്ടോ. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ വിടർന്നിട്ട് നമുക്ക് ഇങ്ങനെ വലിയ ബബിളാക്കൂലേ, ഇങ്ങനെ വീശുന്ന പോലത്തെ. അങ്ങനെ ആവും കേട്ടോ. ഇപ്പൊ കാണിച്ചു കൊടുക്കണ്ട. വേണ്ട, ഇല്ല, ഇവിടെ കാണിച്ചത് ശരിയാവൂലേ? അത് വീട്ടിൽ ചെന്നേ പൊട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ട് വാങ്ങിച്ചു. അപ്പൊ നാളത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.